إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചു ജീവിക്കുവാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് മരണം വരെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെ അതിൻ്റേതായ ഗൗരവത്തിലും ശ്രദ്ധയിലും നാം കണ്ടില്ല എങ്കിൽ അതിന് നാം വലിയ വില നൽകേണ്ടി വരും. അത് നമ്മെ വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്നതുപോലെ നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ദീനിൻ്റെ എല്ലാ കാര്യവും പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അതീവ ഗൗരവത്തോടെ, അതീവ ശ്രദ്ധയോടെ, അതീവ ജാഗ്രതയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയുണ്ടായി. പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ
അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 3 കാര്യങ്ങൾ ഉണർത്തുന്നത്. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് അല്ലാ തുശ്രിക ബില്ലാഹി ശൈആ. അബൂദർറെ, ഒരവസരത്തിലും ഒരു ഘട്ടത്തിലും അള്ളാഹുവിൽ നീ പങ്കു ചേർക്കരുത് കേട്ടോ, നീ ശിർക്ക് ചെയ്തു പോകരുത് കേട്ടോ. ഏത് ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ വഇൻ ഖുത്തിഅത വഹുരിക്ത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണിത്. അബൂദർറെ, താങ്കൾ ഒരു ഘട്ടത്തിലും ശിർക്ക് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയെ സൂക്ഷിക്കണം കേട്ടോ, അതുണ്ടാവരുത്. വഇൻ ഖുത്തിഅത വഹുരിക്ത, നീ വെട്ടി നുറുക്കപ്പെട്ടാലും വലിയൊരു തീയിൽ എറിയപ്പെട്ട് നിന്നെ കരിച്ചു കൊല്ലുന്ന ഒരു സന്ദർഭം എനിക്ക് നേരിടേണ്ടി വന്നാലും ശിർക്ക് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ്, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ വസിയത്ത്. എന്താ സഹോദരന്മാരെ വിഷയം? ഈ വിഷയത്തിൻ്റെ ഗൗരവം അത്രയും വലുതാണ്. ഏത് വിഷയത്തിൻ്റെ? ശിർക്ക് എന്ന വിഷയത്തിൻ്റെ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ആ വിഷയം അത്രയും ഗൗരവമേറിയതാണ്. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാണ് എന്നാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. അതിനേക്കാൾ വലിയ തെറ്റ്, അതിനേക്കാൾ വലിയ പാപം, അതിനേക്കാൾ വലിയ ഒരു പാതകം വേറെ ഇല്ല. കാരണം നമ്മെ സൃഷ്ടിച്ചത് റബ്ബാണ്, നമുക്ക് വേണ്ടതെല്ലാം നൽകിയത് റബ്ബാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബാണ്. ആ റബ്ബ് നമ്മോട് ഏറ്റവും മുഖ്യമായും കൽപ്പിച്ച കാര്യം ഫഅ്ബുദൂനി, നിങ്ങൾ ഇബാദത്ത് എനിക്ക് മാത്രമേ ആക്കാവൂ എന്നുള്ളതാണ്. ആ ഇബാദത്തിൽ പങ്കു ചേർക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ ഏറ്റവും മജ്ജ, ഇബാദത്തിന്റെ മർമ്മപ്രധാനമായ വശം അത് പ്രാർത്ഥനയാണ് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇബാദത്ത് വിശേഷിച്ചും പ്രാർത്ഥനയും ആരാധനയും അർച്ചനയും ഉപാസനയും തേട്ടവും എല്ലാം അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനോടും ഒരു ഘട്ടത്തിലും നമ്മൾ നടത്തരുത് എന്നുള്ളതാണ് ഇസ്ലാം കണിശമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. സഹോദരന്മാരെ, എന്താ ശിർക്ക് ചെയ്താൽ സംഭവിക്കുക? ഒരാളിൽ ശിർക്ക് വന്നു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ശാശ്വതമാക്കും എന്നുള്ളതാണ്. മരണത്തിന് മുൻപ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പിന്നീട് തൗഹീദ് മുറുകെ പിടിച്ച് ശിർക്ക് സംഭവിക്കാതെ ജീവിക്കാൻ കഴിയണം, ശിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ. കാരണം അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. തീർച്ചയായും അല്ലാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത പാപങ്ങളെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. പ്രിയമുള്ളവരെ, അത്രയും ഗൗരവമേറിയതാണ് ഈ പാപം എന്നുള്ളത്. അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. അതവൻ്റെ കാരുണ്യമാണ്, അവൻ്റെ ഓശാരമാണ്, അവൻ്റെ തീരുമാനമാണ്. പക്ഷേ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി,
അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയം, അത് അള്ളാഹു ഒരിക്കലും 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 പൊറുക്കാത്ത ഏറ്റവും വലിയ മഹാപാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. എന്തിനേറെ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും താക്കീത് നൽകിയ വിഷയം എന്ത്? വലഖദ് ഊഹിയ ഇലൈക, ഖുർആനിന്റെ അധ്യാപനമാണ്. വലഖദ് ഊഹിയ ഇലൈക, റസൂലേ അങ്ങേക്ക് നാം ഇതാ ബോധനം നൽകുന്നു, വഹിയ നൽകുന്നു. അങ്ങേക്ക് മാത്രമല്ല, വഇലല്ലദീന മിൻ ഖബ്ലിക്, അങ്ങേക്ക് മുമ്പ് മരിച്ചുപോയ, അങ്ങേക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും നാം ആ വിഷയത്തിൽ പ്രത്യേകം ബോധനം നൽകുകയുണ്ടായി, വഹി നൽകുകയുണ്ടായി. ഏതാണ് വിഷയം? ലഇന്ന ശറക്ത, റസൂലേ അങ്ങയിലെങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ, ഇബാദത്ത് അങ്ങാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ പോലും ലയഹ്ബത്തുന്ന അമലുക, അങ്ങയുടെ മുഴുവൻ അമലും ബാത്തിലാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന് അള്ളാഹു നൽകുന്ന താക്കീതാണിത്. അതേ സഹോദരന്മാരെ, നമ്മുടെ എല്ലാ അമലുകളും തൗഹീദില്ലെങ്കിൽ നഷ്ടമാണ്, ബാത്തിലാണ്, നിരർത്ഥകമാണ്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും അടിസ്ഥാന ബേസ് എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വഇൻ കുത്തിഅത വഹുരിക്ത, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ നൽകുന്ന വസിയത്ത്, ഒന്നാമത്തെ വസിയത്ത്, ശരീരമാസകലം വെട്ടി നുറുക്കപ്പെട്ടാലും, വലിയ അഗ്നിയിൽ കത്തി അമർന്ന് തീരേണ്ടി വന്നാലും അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനോടും ഒരു ഘട്ടത്തിലും എവിടെ വച്ചും പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അവനോട് മാത്രം ചോദിക്കുന്ന ഒരു അവസ്ഥയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കിയും എന്ത് സംഭവിച്ചാലും അതിൽ വീഴ്ച വരാൻ പാടില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ആ നാട്ടിലെ രാജാവും മുഴുവൻ ജനങ്ങളും എതിരായി നിന്ന് അതിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകം നമുക്കറിയാം. എന്താണത്? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. അതാണ് വിശ്വാസം, അതാണ് ഈമാൻ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ. കത്തി അമർന്ന് ആ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നാലും ഇല്ല, അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിന്റെ മുമ്പിലും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നേരുകയില്ല എന്ന ആ ഒരു പ്രഖ്യാപനം അല്ലേ? നമുക്കറിയാം ബിലാൽ ഇബ്നു റബാഹ്. ആര്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആരാ ബിലാൽ റളിയല്ലാഹു അൻഹു? മുഅദ്ദിനുർ റസൂൽ, അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ സഹാബി. നിങ്ങൾ നോക്കിയും വിവസ്ത്രനായി ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വലിയ പാറക്കല്ലുകൾ വലിച്ചു മുറുക്കി കെട്ടി അദ്ദേഹത്തെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ മണലാരണ്യത്തിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ യജമാനൻ അല്ലേ? മുഹമ്മദിന്റെ ദീനിൽ നിന്ന് നീ പിന്മാറണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരമായി ആ വിശ്വാസം നീ ഒഴിവാക്കണം. നിങ്ങൾ നോക്കിയും ആ സമയത്തും അദ്ദേഹം പറഞ്ഞ വാചകം അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഈ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ ഞാൻ വെന്തുരുകി ദാഹിച്ചലഞ്ഞ് മരിക്കേണ്ടി വന്നാലും ഇല്ല, അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാ, അവനിൽ ഒരു പങ്കുകാരനുമില്ല, ലാ ശരീക ലഹു, അവനിൽ ഒരു പങ്കാളിയും വെച്ചു പുലർത്താൻ എനിക്ക് കഴിയില്ല എന്ന ആ വിശ്വാസമാണ് പ്രിയമുള്ളവരെ ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത് അല്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ട സഹാബ വനിത, നിങ്ങൾ നോക്കിയും കൂർത്തു മൂർച്ചയേറിയ ദണ്ട് കുന്തം തന്റെ ജനനേന്ദ്രിയത്തിലേക്ക് ആഴത്തിൽ ഇറക്കപ്പെട്ടിട്ടും
അതിൻ്റെ വേദന കൊണ്ട് പുളഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആദർശത്തിൽ നിന്ന്, ആ വാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർ തയ്യാറായില്ല. അത്രയും ദൃഢമായിരുന്നു ആ വിഷയത്തിൽ അവരുടെ ഈമാൻ എന്നർത്ഥം. അവരെ വിജയിക്കുള്ളൂ, അവർക്കേ രക്ഷയുള്ളൂ. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ശിർക്ക് കലരാതെ ജീവിച്ച് മരിച്ചവന് സ്വർഗമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു തൗഹീദിൻ്റെ മാർഗത്തിൽ മരണം വരെ അതിന് അപജയം സംഭവിക്കാതെ, അതിൽ ദുൽമ് കലർന്നുകൂടാതെ, അതിൽ ശിർക്ക് സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി നൽകുന്ന മറുപടി, നസീഹത്ത്, ലാ തത്റുകു സ്വലാത്തൻ മക്തൂബത്തൻ. അബൂദറെ, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഫർള് നമസ്കാരം, മക്തൂബായ നമസ്കാരം നീ ഒഴിവാക്കരുത് കേട്ടോ. മുതഅമ്മിദൻ, ബോധപൂർവം, അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒരു വക്ത് പോലും ഒഴിവാകുന്ന ഘട്ടം നിന്റെ ജീവിതത്തിൽ വന്നു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മുസ്ലിം നിർവഹിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്ത്, ഒരു സംശയവുമില്ല, എന്താണത്? നമസ്കാരം തന്നെയാണ്. നാളെ ആഖിറത്തിൽ ഏറ്റവും ഒന്നാമതായി റബ്ബ് ചോദ്യം ചെയ്യുന്ന വിഷയവും ആ വിഷയത്തിൽ തന്നെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമസ്കാരം അത് ഏതെങ്കിലും ഒരു വക്ത് ബോധപൂർവം ഒഴിവാക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്ങനെ? അൽഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ. നമുക്കും അവർക്കുമിടയിലുള്ള വ്യത്യാസം ആരാ? അവര്, നമ്മൾ മുസ്ലിമീങ്ങൾ, അവരോ അമുസ്ലിമീങ്ങളായ ആളുകൾ. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്. ഒമൻ തറക്കഹാ, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരു വക്ത് ഒഴിവാക്കുന്നുവെങ്കിൽ ഫഖദ് കഫറ, അവൻ ഈ വിശ്വാസത്തെ നിഷേധിച്ചു, ഈ ദീനെ നിഷേധിച്ചു, അവൻ ഒരു കാഫിറായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ്യം. അതാലോചിക്കുകയും നമ്മുടെ സമൂഹത്തിലെ എത്ര ആളുകൾ, അല്ലേ, ചില ഘട്ടങ്ങളിൽ, ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന രൂപത്തിലുള്ള പ്രവണത കൈക്കൊള്ളുന്ന ആളുകൾ. സഹോദരന്മാരെ, നമസ്കാരം ഏത് ഘട്ടത്തിലും ഒരു മുസ്ലിമിന് ഒഴിവല്ലല്ലോ. ഒരു ഘട്ടത്തിലും, എന്ത് അവസരത്തിലാണെങ്കിലും, മരണമോ കല്യാണമോ സന്തോഷമോ സന്താപമോ ഏത് ഘട്ടത്തിലാണെങ്കിലും ഒരു മനുഷ്യൻ എന്തില്ല, നമസ്കാരം ഒഴിവാക്കാവതല്ല. എന്തിനേറെ പറയണം, യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ പോലും ശത്രുക്കളുമായി മുഖാമുഖം നേരിൽ കാണുന്ന, അല്ല, മുഖാമുഖം നേരിൽ യുദ്ധം ചെയ്യുന്ന ആ ഘട്ടത്തിൽ പോലും എന്തുണ്ട്? നമസ്കാരം ഒഴിവാക്കാനുള്ള റുഖ്സ ഇസ്ലാം നൽകുന്നില്ല, ഇളവ് ഇസ്ലാം നൽകുന്നില്ല. അത്രമാത്രം കണിശമായി പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്താണ് എന്ത്? നമസ്കാരം എന്നുള്ളത്. ഈ നമസ്കാരം നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ, നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ നിർവഹിക്കേണ്ട ഒന്നല്ല. ഈ നമസ്കാരത്തിന് കൃത്യമായൊരു സമയമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ഇത് സമയം നിർണയിക്കപ്പെട്ട ഇബാദത്താണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കിത് ഒഴിവുണ്ടെങ്കിൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ, നമുക്ക് തക്കം കിട്ടുമ്പോൾ ചെയ്യാവുന്നൊരു ഇബാദത്തല്ല. 5 നേരം പ്രിയമുള്ളവരെ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ആ ബാധ്യതയെ മുറുകെ പിടിക്കാനാണ് രണ്ടാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന വസിയത്ത്. അല്ലേ, അവനാ മുസ്ലിം. 5 നേരവും കൃത്യമായി നമസ്കരിക്കുന്നവൻ്റെ പേരാണ് മുസ്ലിം.
അല്ലേ? നമ്മുടെ നാടുകളിലെ വില്ലേജ് ഓഫീസുകളിൽ ചെന്നാൽ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്, ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്ക്, അല്ലേ? നമ്മുടെ പേരിൻ്റെ കൂടെ മുഹമ്മദ് അഷ്റഫ്, ഒരു കമ്മ്യൂണിറ്റി, ഇസ്ലാം, മുസ്ലിം, മാപ്പിള, റെഡി കേട്ടോ. ആ ഒരു സർട്ടിഫിക്കറ്റുമായി റബ്ബിന്റെ മുമ്പിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. റബ്ബ് പരിഗണിക്കുന്നത്, റബ്ബിന്റെ മുമ്പിൽ ഒരു വ്യക്തി മുസൽമാനായി അവൻ അംഗീകരിക്കുന്നത് ആരെയാ? 5 നേരവും മുടങ്ങാതെ, മുടക്കം വരാതെ, ബോധപൂർവം മുടക്കം സംഭവിക്കാതെ മരണം വരെ 5 നേരവും ആ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരെയാണ്. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധത്തിൻ്റെ വേളയിൽ പോലും എന്തില്ല, നമസ്കാരത്തിന് ഇസ്ലാം റുഖ്സ നൽകുന്നില്ല. ആ സമയത്ത് എങ്ങനെ നമ്മൾ നമസ്കരിക്കേണ്ടത്? അതിന് വേറെ രീതിയും രൂപവും ഒക്കെ ഉണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ അത്രയും കണിശമാണ് നമസ്കാരത്തിൻ്റെ വിഷയം എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകം ഉൾക്കൊള്ളുക. മൂന്നാമതായി അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഗൗരവമേറിയ മൂന്നാമത്തെ ഉപദേശം, അബൂദറെ ഏത് ഘട്ടത്തിലും ലാ തശ്റബിൽ ഖംർ, നീ കള്ള് കുടിക്കരുത് കേട്ടോ. എന്ത് ചെയ്യരുത്? കള്ള് കുടിക്കരുത്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും മിഫ്താഹ്. എന്താ മിഫ്താഹ് പറഞ്ഞാ? താക്കോൽ. എല്ലാ തിന്മകളുടെയും കവാടം തള്ളി തുറന്ന് അതിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്ന താക്കോലാണ് ലഹരി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കുല്ലു മുസ്കുരിൻ ഖംറുൻ ട്ടോ. എന്താ പറഞ്ഞത്? ലഹരി ഉണ്ടാക്കുന്ന എന്തൊരു വസ്തുവും അത് ഖംറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മുസ്കുരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്ന, ശരീരത്തിൽ കിക്കുണ്ടാക്കുന്ന എന്ത് നമ്മൾ സേവിച്ചാലും അത് ഖംറാണ്. വകുല്ലു മുസ്കുരിൻ ഹറാം, ഇത്തരത്തിൽ എല്ലാ ലഹരി ഉൽപ്പന്നങ്ങളും ഹറാമുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ? ചിലപ്പോൾ ചിലരെങ്കിലും പറയും ഇത് ലഹരി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഇതിലൽപ്പം ഒരു ചകരം, ഒരു ഇത്തിരി, അത് വല്ലാതെ കിക്കുണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സേവിക്കുന്ന ഉൽപ്പന്നങ്ങൾ പോലും അറിയുക, ഒരു തരിമ്പോളം ശരീരത്തിൽ മത്തുണ്ടാക്കുന്ന, അത് വലിയ അളവിലൊന്നും വേണമെന്നില്ല, അതെല്ലാം ഖംറാണ് എന്നും മദ്യമാണ് എന്നും എല്ലാ മദ്യവും ഹറാമാണ് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. നിങ്ങൾ നോക്കി, നമ്മളിന്ന് ജീവിക്കുന്നത് ഇത് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ തന്നെ ബോധപൂർവം പറയുന്ന ഒരു വാക്കാണ് ഞാനിത്. ഇത് ഉപയോഗിക്കാത്ത ആളുകൾ, പ്രത്യേകിച്ചും ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എന്തെങ്കിലും അനുരണനങ്ങളില്ലാത്ത ആളുകൾ ഇന്ന് കുറവാണ്, അല്ലേ? അത്രയും സാർവത്രികമായി തീർന്നിരിക്കുന്നു ഈ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ എന്നർത്ഥം. അതാലോചിച്ച് നോക്കിയും, നമ്മുടെ മകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്കോ ഒരു വിവാഹാലോചന വന്നു, നമ്മളെന്ത് ചെയ്യും? ആ ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാൻ പോകും. സ്വാഭാവികമാണ്, നാട്ടു നടപ്പാണ്, വേണ്ടതാണ്, അനിവാര്യമാണ്, അല്ലേ? അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അവൻ്റെ നാട്ടിലോ എവിടെയൊക്കെ ചെല്ലും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. നമുക്ക് വിവരം കിട്ടും, കുഴപ്പമില്ല, നല്ല കുടുംബമാണ്. മകളെ കെട്ടിച്ചാൽ ഒരു കാലത്തും മകൾക്ക് പട്ടിണി കടന്ന് മരിക്കേണ്ടി വരില്ല, അത്രയും സമ്പത്തുണ്ട്. 5 അക്കമോ 6 അക്കമോ ഒക്കെ ശമ്പളം വാങ്ങുന്നവനാണ്, കുഴപ്പമില്ല, നല്ല ചുറ്റുപാടുണ്ട്, ധൈര്യമായി കെട്ടിച്ചോ. ചെക്കനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും? വിവരം കിട്ടും. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് കേൾക്കേണ്ടി വരും. അതെന്താ കാര്യം? പിന്നെന്താന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലൊക്കെ, സ്ഥിരമായിട്ടില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ കമ്പനി കൂടുമ്പോൾ മാത്രം, ചങ്ങായിമാരൊപ്പം കമ്പനി കൂടുമ്പോൾ മാത്രം ഒരല്പം, കുറച്ച് ഇത്തിരി, അത്രയേ ഉള്ളൂ. ഒരു ധൈര്യത്തിന് അല്ലെങ്കിൽ അതൊരു രസത്തിന്
അല്ലേ? അപ്പോൾ ഈ ചെറുക്കൻ്റെ ഈ പെണ്ണിൻ്റെ വീട്ടുകാരും എന്താ കരുതുക? ഈ ചെക്കനെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന പെണ്ണിൻ്റെ വീട്ടുകാരും കരുതെന്താന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് മൂക്കിന് താഴെ മീശ വെച്ച് നടക്കുന്ന ഏതൊരു ചെറുക്കന്മാരെ അടുത്താണ് ഇത്തരത്തിലുള്ള ഒരു രീതി ഇല്ലാതിരിക്കുക. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ നമുക്ക് തൽക്കാലം കണ്ണടക്കാം. അവന് നല്ല ശമ്പളമുണ്ടല്ലോ, നല്ല ആസ്തിയുണ്ടല്ലോ, നല്ല വരുമാനമുണ്ടല്ലോ, നല്ല ചുറ്റുപാടാണല്ലോ, അല്ലേ? കാര്യം തീരുമാനിച്ച് ഒരു അറവ് മൃഗത്തെ അറുക്കാൻ കൊടുക്കുന്നത് പോലെ തൻ്റെ മകളെ സഹോദരിയെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അത്തരത്തിലുള്ള ദുശീലങ്ങളൊന്നുമില്ലാത്ത 5 നേരം നമസ്കരിക്കുന്ന വളരെ നല്ല ഭക്തിയോടെ ജീവിക്കുന്ന നല്ല നല്ല ചെറുപ്പക്കാരും നല്ല ദീനുള്ള യുവാക്കളും നമുക്കിടയിൽ എത്രയോ ഉണ്ട്. അത് നമ്മൾ തിരയണം, അന്വേഷിക്കണം, കണ്ടെത്തണം, റബ്ബിനോട് ചോദിക്കണം. അതിലപ്പുറമുള്ള ഭൗതികമായ താല്പര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കല്യാണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതെങ്കിൽ അത് നമ്മളിലുപരി നമ്മുടെ മക്കളുടെ തീരാവേദനയിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ മൂന്ന് വിലപ്പെട്ട നസീഹത്തുകളെ നമ്മൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ലഹരി ഏത് രൂപത്തിൽ സേവിച്ചാലും, അതൊരു പാനീയമായി കുടിക്കുകയാണെങ്കിലും, ഇഞ്ചക്ഷനായി ശരീരത്തിൻ്റെ നരമ്പിലേക്ക് കുത്തിയിറക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നാവിനടിയിലോ വായയുടെ ഏതെങ്കിലും ഭാഗത്ത് വലിച്ച് അമർത്തി കുത്തിക്കയറ്റുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഇതാ മൂക്കുകൊണ്ട് വലിച്ചെടുക്കുന്നതാണെങ്കിലും, ഏത് കോലത്തിലുള്ള ലഹരിയും ഹംറാണ് എന്നും അതെല്ലാം ഹറാമാണ് എന്നും അതെല്ലാം ശാശ്വതമായ തിന്മയിലേക്ക് മാത്രമേ 2 ലോകത്തും മനുഷ്യനെ നയിക്കുകയുള്ളൂ എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സൂക്ഷിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ സർവമേഖലയിലുമുള്ള ഉയർച്ചക്കും വളർച്ചക്കും നവോത്ഥാനത്തിനുമൊക്കെ അടിത്തറ പാകിയ ഒന്നാണ് KJU എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് 1924 മെയ് മാസം ആലുവയിൽ വെച്ചാണ് കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ പണ്ഡിത സഭയായ KJU അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഈ സംഘം രൂപീകരിക്കപ്പെടുന്നത്. കേരളീയ സമൂഹത്തിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന പശ്ചാത്തലം നമ്മളെല്ലാവരും പലപ്പോഴായും കേട്ടവരും വായിച്ചറിഞ്ഞവരുമൊക്കെയാണ്. അന്നെന്താ കേരളത്തിൻ്റെ പൊതുവായൊരു സ്ഥിതി, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്ഥിതി? ഒന്ന് വീഴാൻ പോകുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്തിനും ഏതിനും എൻ്റെ ബദരീങ്ങളെ മുഹ്യിദ്ദീൻ ശൈഖേ എന്ന് അല്ലാഹു അല്ലാത്ത അവൻ്റെ മഹത്തുക്കളായ പടപ്പുകളെ വിളിച്ചിരുന്ന ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹം, ആ ആളുകളെ പിന്നീട് ഏത് ഘട്ടത്തിലും
അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഇന്ന് വിളിക്കുന്ന തൗഹീദിന്റെ പാന്താവിലേക്ക് വഴി നടത്തി എന്നുള്ളത് ആ പണ്ഡിത സംഘടന, ആ പണ്ഡിത സഭ ഈ സമൂഹത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മയാണ്. നമ്മുടെ പൂർവികരിൽ അവർ ചെയ്ത ഏറ്റവും വലിയ ഗുണമാണ് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക. എന്തിനേറെ പറയണം, ഭൗതികമായ ചികിത്സാ രീതികളോട് പോലും പുറംതിരിഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ മുസ്ലിം സമൂഹം. എന്തെങ്കിലും മാറാവ്യാധിയോ അല്ലെങ്കിൽ ആ നിലത്തിലുള്ള പകർച്ചവ്യാധിയോ ഒക്കെ വന്നാൽ എന്താ ചെയ്തിരുന്നത്? അവർ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കുക, ഏലസും ഐക്കല്ലും ഉറുക്കും തകിടുമൊക്കെയായി അതിലൊക്കെ അഭയം കണ്ടെത്തുന്നൊരവസ്ഥ. സുഖപ്രസവത്തിന് വേണ്ടി പഴയ ആളുകളോട് ചോദിച്ചാൽ നമുക്കറിയാൻ കഴിയും, സുഖപ്രസവത്തിന് വേണ്ടി നഫീസത്ത് മാല ചൊല്ലുന്ന മുസ്ലിം സമൂഹം, പിഞ്ഞാണത്തിൽ എഴുതി അതിൻ്റെ വെള്ളം കുടിച്ചിരുന്ന മുസ്ലിം സമൂഹം, എന്തിന്? സുഖപ്രസവത്തിന് വേണ്ടി അല്ലേ? ഹോമങ്ങളും മന്ത്രങ്ങളും മന്ത്രവാദങ്ങളും പിശാച് സേവയും ആ രൂപത്തിലുള്ള മുഴുവൻ പൈശാചികതകളിൽ നിന്നും തിന്മയുടെ ഇരുട്ടിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിതരാക്കി ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആ മഹാന്മാർ നമ്മുടെ പൂർവികരെ കൊണ്ടുവന്നു. പണ്ഡിതന്മാർ എന്താണോ പറയുന്നത്, പൗരോഹിത്യം എന്താണോ പറയുന്നത്, അതാണ് ദീൻ. അതിലപ്പുറം ഖുർആനിൽ എന്തുണ്ട്, ഹദീസിൽ എന്തുണ്ട് എന്ന് പരിശോധിക്കാത്തൊരു കാലഘട്ടം, പഠിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടം, മാലമൗലൂദുകളും കിളിപ്പാട്ടുകളും ആ രൂപത്തിലുള്ള ഒരുപാട് ഏടുകളിൽ മാത്രം പുണ്യം കണ്ട് പാരായണം ചെയ്തിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ മാറ്റി ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു, സുന്നത്ത് പഠിപ്പിച്ചു. അന്ധമായ തഖ്ലീദ്, അനുകരണം ഒരാളോടും പാടില്ല. ഖുർആനും ഹദീസുമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്ന് പഠിപ്പിച്ച് നേരെ വഴിക്ക് കൊണ്ടുവന്നു. ഒരുപാട് ആളുകളിൽ മാറ്റമുണ്ടായി. നോക്കിയും എന്തിനേറെ പറയണം, സ്ത്രീ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷാ പഠനം, ആ നിലക്കുള്ള ഒരുപാട് കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്നൊരു സമൂഹം. ആ അവസ്ഥയൊക്കെ ഒന്ന് മാറി. ആ രംഗങ്ങളിലൊക്കെ ഇന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചു. നമ്മുടെ പൂർവികരായ പണ്ഡിത മഹത്തുക്കൾക്ക് സാധിച്ചു. ഇങ്ങനെ എല്ലാ രംഗത്തും, വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ചികിത്സാ രംഗത്ത് പോലും ഇസ്ലാം പഠിപ്പിക്കുന്ന നേരിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരുപാട് ത്യാഗം പറഞ്ഞതിൻ്റെ പേരിൽ സഹിച്ചു, ഒരുപാട് കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, ഒരുപാട് ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, പലതും സഹിച്ചു. ആ പണ്ഡിതന്മാർ മാത്രമല്ല, ആ പണ്ഡിതന്മാരോടൊപ്പം നിരന്ന നല്ല ഇഖ്ലാസ് ഉണ്ടായിരുന്ന നല്ല അണികളും സാധാരണക്കാരായ മനുഷ്യന്മാരും. അർഹമർ റഹീമീനായ റബ്ബേ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ എത്ര സുഖത്തിലാണല്ലേ? AC-യുടെ സുഖശീതളിമയിൽ നമ്മൾ ഇന്ന് ഇതാ ഈ പള്ളിയിൽ, മനോഹരമായ ഈ പള്ളിയിൽ ഇവിടെ ഇരുന്ന് എത്ര റാഹത്തായിട്ടാണ് ഈ ജുമയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഈ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, ഈ സ്ഥാപനങ്ങളുടെ ഉയർച്ചയിലേക്ക് ഒക്കെ വഴി നടത്തിയത് ആ മഹാരഥന്മാരുടെ ത്യാഗനിർഭരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ ഈ ആദ്യത്തെ പണ്ഡിത സഭ അതിൻ്റെ 100ാമത്തെ വാർഷികാഘോഷങ്ങളുടെ സമാപന പരിപാടി എന്ന നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ കോഴിക്കോട് ബീച്ചിൽ വിപുലമായൊരു പ്രോഗ്രാം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ആളുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന ആളുകളാണ്. ഈ ആദർശത്തോട്
മറ്റന്നാൾ വൈകുന്നേരം അസ്ർ നമസ്കാര ശേഷം കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന ഇതിൻ്റെ 100ാം വാർഷിക ആഘോഷ പരിപാടികളുടെ സമാപന പ്രോഗ്രാം. ഇൻഷാ അല്ലാഹ് നാളിതുവരെ ആ പണ്ഡിത സംഘം നേരിട്ട വഴികളുടെ സ്മരണ നമുക്ക് അയവിറക്കാം. പുതിയ കാലത്തിൻ്റെ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സുഖശീതളമയിൽ ഇരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഫലമായിട്ടാണ്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലാണ് ഈ ദീപശിഖ. ആ പണ്ഡിതന്മാർ കൊളുത്തി അവർ ഓടിക്കൊണ്ടുവന്ന് നമ്മുടെ കൈകളിലേക്ക് കൈമാറ്റി തന്ന ഈ ദീപശിഖ, ഈ ബാറ്റൺ, ഇത് നമ്മുടെ കൈകളിലാണ്. ഈ ബാറ്റണുമായി നമ്മളാണ് ഇനി ഓടേണ്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം അതിൻ്റെ പൂർണ്ണ ശോഭയോടെ നമ്മൾ ഓരോ ദിക്കിലേക്കും നമ്മൾ എത്തിക്കുക, ഓരോ ഹൃദയങ്ങളിലേക്കും എത്തിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം പ്രത്യേകമായി ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ മാസവും ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലക്ക് നമ്മൾ പിരിച്ചെടുക്കാനുള്ള കേന്ദ്ര പള്ളി ഫണ്ടിൻ്റെ ദിവസമാണിന്ന്. ഈ ഒരു പ്രത്യേകമായ സന്തോഷകരമായ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഇന്നത്തെ സ്വതക്ക ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നമ്മൾ ചെലവഴിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യഖാദി അൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.